എന്താടോ ശ്രീനിവാസ, പുതിയ ബോർഡൊക്കെ വെക്കുന്നുണ്ടല്ലോ? എന്റെ പേരക്കുട്ടിന്ന് വരുന്നുണ്ടേ. കളക്ടറേറ്റ് അവന്റെ കടിയേ. എന്തുട്ടാണിത്? എന്തിനാ പോലീസ് യൂണിഫോം ഇട്ടത്? നീ കളക്ടറിന് പഠിക്കാനല്ലേ പോയത്? ഞാൻ IAS എടുത്തില്ല മുത്തശ്ശി, IPS എടുത്തേ. എന്നിട്ട് എന്തേ ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല? അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഈ തലയിൽ ഇടിച്ച് വീണ പോലുണ്ട്. എന്റെ മനസ്സ് നീ വേദനിപ്പിക്കില്ലടാ. ആരോട് ചോദിച്ചിട്ടാ നീ പോലീസ് ചേർന്നത്? മിസോറിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഫൈനൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ മിസ്റ്റർ രാംസ്വാമി, come inside. Mr. Ramswamy? Yes. Your father's name, Archami? Yes. You are selected in the first hearing. You are eligible to choose IAS, IRS and IPS too. What is your choice? IPS. ആ സമയത്ത് പോലീസ് ജോലിയാണ് നല്ലതെന്ന് തോന്നി. ഈ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചേ. മാത്രമല്ല എനിക്ക് പോസ്റ്റിംഗുമായി. 3 ദിവസത്തിനുള്ളിൽ തിരുനെൽവേലി ജോയിൻ ചെയ്യണം. എന്താ പറഞ്ഞേ? തിരുനെൽവേലിക്ക് പോണമെന്നാ? അവിടേക്ക് മുത്തശ്ശ പോസ്റ്റിംഗ് കിട്ടിയത്. നീ എന്തിനാ തിരുനെൽവേലിലോട്ട് പോസ്റ്റിംഗ് ചോദിച്ചേ? ഇത് ഞാനായിട്ട് ചോദിച്ചതല്ല, അവരായിട്ട് തന്നതാ. നാരായണ, ഈ കാക്കി ഉടുക്കും വേണ്ട, ആ തിരുനെൽവേലിയും വേണ്ട. നീ അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതെന്താ മുത്തശ്ശ ഇങ്ങനെ പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടായിരുന്നു ഇങ്ങനെ അത് പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയല്ലടാ. ഇതാണ് നിന്റെ അമ്മയും അച്ഛനും, അറിയോ? ആരസാമി ആയിട്ടില്ല. ട്രാൻസ്ഫർ മേടിച്ചു നിന്റെ അച്ഛനും അമ്മയും തിരുനെൽവേലിയിലേക്ക് വന്നു. സ്വാമിയുടെ വീട് പൂട്ടിയിരിക്കുക. എവിടെ പോയെന്ന് അറിയില്ല ചേട്ടാ. ഹലോ സ്വാമി ഹിയർ. ഹലോ സ്വാമി ഹിയർ. ആരാണ് ഫോണില്? ഏതോ റോങ് നമ്പറാന്ന് തോന്നുന്നു. നീ ഉറങ്ങിക്കോ. ശരി കേട്ടോ. സ്വാമി കാറിൽ പോയിക്കൊണ്ടിരിക്കുക. നിന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്ത പരമശിവൻ നിന്റെ അച്ഛൻ വരുന്ന റൂട്ട് കാണിച്ചു കൊടുത്തു. ഏത് റൂട്ടിലാണ് സാർ വന്നിരിക്കുന്നത്? മുട്ടൻചിത്ര കഴിഞ്ഞ് തിരുമംഗലം റൂട്ടിൽ വന്നോണ്ടിരിക്കുക. നിന്റെ അച്ഛൻ ആകുന്നത്ര ശ്രമിച്ചിട്ടും നിന്റെ അമ്മ മരിച്ചിട്ടും ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു.
കൊല്ലുമെന്ന് കരുതി ആശുപത്രിയിൽ നിന്ന് നിന്നെയും കൊണ്ട് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോന്നു. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ലോറി വെച്ചിടിച്ച് അവൻ കൊന്നു. ഇത്രയും ക്രൂരനായ ഒരുത്തനുള്ള സ്ഥലത്തേക്ക് നിനക്ക് പോണമെന്നാണോ? പറയടാ, നിനക്ക് പോണോന്ന്. പോകണം, പോകണം, പോകണം. രാമസ്വാമി, നീ കാക്കി ഉടുപ്പിട്ടതും സഹിക്കാം. പക്ഷെ നിനക്ക് ആ നാട്ടിലേക്ക് തന്നെ പോസ്റ്റിംഗ് തന്നില്ലേ? അതാ മോനെ വിധി. ഒരുപക്ഷെ നിന്നെ ഈശ്വരനായിരിക്കും അവിടേക്ക് കൊണ്ടുപോണത്. രാമായണത്തിൽ 14 വർഷം വനവാസം, മഹാഭാരതത്തിൽ 13 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം, എല്ലാം കൂടി ചേർത്ത് 28 വർഷം നാടും വീടും വിട്ട് അജ്ഞാതവാസം കഴിഞ്ഞു. രാമസ്വാമി എന്നുള്ളത് നിന്റെ പേരാണ്. 6 സ്വാമി എന്നുള്ളത് നിന്റെ അടയാളമാണ്. ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല. നിന്റെ അച്ഛനെ ഏത് ജാതിയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നിന്നെ എന്റെ ജാതിയിൽ വളർത്തിയത്. ഇനി നിനക്ക് ഈ അടയാളത്തിന്റെ ആവശ്യമില്ല. പറയൂ രാവണ. അമ്മേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ലോറി തന്നെ നമ്മുടെ വണ്ടിയിൽ വന്നിടിച്ചു. നിന്നെ നേരിടാൻ ഒരു ശത്രു ഇറങ്ങിയിരിക്കുന്നു. ആപത്ത് ശിരസിന് നേരെ വരും. എന്നാൽ ദിശ തെറ്റി വേറെ വഴിക്ക് പോകും. വെൽക്കം സർ. ഈ നാട്ടില് രാവണ ശിവ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അടിക്കടി തെറ്റുകൾ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രധാനപ്പെട്ടയാള് ടൗൺ പാണ്ടി എന്നൊരാളാണ് സാർ. അവനെ ഉടനെ അറസ്റ്റ് ചെയ്യണം. എന്തോന്നാടോ വന്ന ഉടനെ രാവണ ശിവയുടെ കോട്ടയ്ക്കകത്താണ് കണ്ണുവെച്ചിരിക്കുന്നത്. നമുക്ക് ആഘോഷിക്കും സാറേ. ഏതവനടാ AC? എന്ത് ധൈര്യത്തിൽ അവനകത്ത് വന്നേ? ഏതവനടാ പോലീസുകാരൻ? അന്ന് 450 കോടി അടിച്ചോണ്ട് പോയില്ലേ, അവന്റെ ഫോട്ടോ കിട്ടി. വാട്സാപ്പിൽ വന്നിട്ടുണ്ട്. സ്വാമി സ്വാമിയുടെ മകൻ രാമസ്വാമി 28 വർഷം കഴിഞ്ഞ് ഇതുപോലൊരുത്തും വന്ന് മുമ്പിൽ നിൽക്കുമെന്ന് വിചാരിച്ചില്ലല്ലേ? നിന്റെ അപ്പനൊരു ചെറ്റയായിരുന്നു, അതുകൊണ്ട് അവനെ എന്റെ അച്ഛൻ കൊന്നു. പക്ഷെ നീ എന്റെ അച്ഛനെ എന്തിനു കൊന്നു? എന്റെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? ഗർഭിണിയായി എന്റെ അമ്മ എന്ത് തെറ്റാ ചെയ്തേ? എന്താടാ എന്നെ അഭിനന്ദിക്കാൻ വന്നതാ? നീ അന്ന് മൂടിവെച്ച ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്ത് നിന്നെ നിന്റെ പരിവാരങ്ങളെ അണ്ടർവെയർ ഇടിച്ചിട്ട് അവളിക്കൂടെ നടത്തി കോളയും കൂട്ട ജയിലിൽ കൊണ്ടുപോയി ചപ്പാത്തി പരത്തിക്കൂടെ പുന്നാര മോനെ. ഞാൻ രാവണൻ, അസുര രാജാവാ. 10 തലയുള്ള അസുര രാജാവ്. ഒന്ന് കളഞ്ഞ് ഞാൻ 10 മാസം വയറ്റിൽ കിടന്ന് 10 ദിവസം ആശുപത്രി കിടന്ന് 10 നിമിഷം കൊണ്ട് പ്രസവിച്ചുണ്ടായതല്ലടാ.
എന്റെ അമ്മ മരിച്ച അരമണിക്കൂർ കഴിഞ്ഞിട്ടും ജീവനോടെ പുറത്തു വന്നവനാടാ ഞാൻ. സ്വാമിയല്ല, ഭൂതമാടാ. ഞാൻ പോലീസല്ല, പോക്കിരിയാടാ. നീ എവിടെയായി തോക്കുമായിട്ട് പോകുന്നത്? നമ്മളൊന്ന് മൂളി അവനെ പച്ചയ്ക്ക് കത്തിക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. ഈ പൊരി കടം പക ഇതൊന്നും ബാക്കി വെക്കാൻ പാടില്ല. ഇനി 6 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. എന്നെ CM കാൻഡിഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യാൻ പോവാ. ഈ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു കേൾക്കും. രാവണ എങ്ങനെ ദേഷ്യം കാണിക്കല്ലേ?